എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം എന്നായിരിക്കും സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ അപ്ഡേറ്റുകൾ പരിശോധിച്ചപ്പോൾ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. റിസൾട്ട് ഉടൻ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ ഫലം എന്നായിരിക്കും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക? വിദ്യാർത്ഥികൾക്ക് എന്നായിരിക്കും റിസൾട്ട് ലഭ്യമാകുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റും അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും, ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നതിനുള്ള ഒരു അറിയിപ്പ് തന്നെയാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ചയോടെ തന്നെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചു. സർവകലാശാല യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത ആഴ്ചയോടെ തന്നെ, ഈ വരുന്ന ആഴ്ച തന്നെ റിസൾട്ട് ലഭ്യമാകുമെന്നുള്ള വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അതുമാത്രമല്ല, റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള ഒരു പ്രീമിയർ വീഡിയോ, റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീമിയർ വീഡിയോ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വാല്യുവേഷൻ പ്രൊസീജിയറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും സർവകലാശാല പൂർത്തീകരിച്ചു കഴിഞ്ഞു. വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള സകല നടപടികളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചു. ഇനി റിസൾട്ട് പുറത്തു വിട്ടാൽ മതി. അത് വരുന്ന ആഴ്ച തന്നെ സർവകലാശാല പുറത്തു വിടുന്നതായിരിക്കും. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ പ്രവേശിച്ച ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് CUCSS ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം ജനുവരി 2025 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. CUCSS ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻസ് ജനുവരി 2025 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. എന്തായാലും വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടി പ്രൊസീജിയറുകളും സർവകലാശാല പൂർത്തീകരിച്ചു. ഇനി റിസൾട്ട് പുറത്തുവിട്ടാൽ മതി എന്നുള്ള ഒറ്റൊരു പ്രൊസീജിയർ മാത്രമാണ് സർവകലാശാലയുടെ മുന്നിൽ ഇരിക്കുന്നത്. ആ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് വരുന്ന ആഴ്ചയോടെ തന്നെ പ്രതീക്ഷിക്കാം. ഇനി അധികം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. വിദ്യാർത്ഥികൾക്ക് വരുന്ന ആഴ്ചയോടെ തന്നെ, ഈ വരുന്ന തൊട്ടടുത്ത ആഴ്ച തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം. വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചു. വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ആഴ്ച തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന നമുക്ക് തന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ആ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീവാല്യുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.